ഹായ്, നമുക്കൊരു ഐബ്രോ ട്യൂട്ടോറിയൽ കാണാം. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട് കാണിക്കാം എന്നുള്ളത്. ഓൾസോ ഈ ഒരു ലുക്കും കൂടെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു സിമ്പിൾ ലുക്ക്. സ്റ്റെപ്പ് 1, നമുക്ക് ഐബ്രോ നല്ലപോലെ ഒന്ന് ചീകി കൊടുക്കാം. ചീകി നമുക്ക് ഷേപ്പ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഈ ഒരു ബ്രഷാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്, നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു വിഡ്ത്തിലുള്ള ഒരു ആംഗുലർ ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഞാൻ ഫോറെവർ 52ൻ്റെ ജെൽ ലൈനറാണ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ജെൽ ലൈനർ നമുക്ക് ബ്ലാക്ക് കളറിലും ബ്രൗൺ കളറിലും അവൈലബിൾ ആണ്. ഞാൻ പാരറ്റിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രഷിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഞാനത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ദിസ് ഈസ് ഹൗ ഐ യൂസ്ഡ്. കോംബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഐബ്രോസിലേക്ക് ഞാൻ ജസ്റ്റ് താഴെ മേലേക്ക് എൻ്റെ ഷേപ്പ് കറക്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ കുറച്ച് നമ്മളൊന്ന് ലൈൻ ചെയ്ത് ഉള്ളിലൊന്ന് ലൈൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ശേഷം ഞാൻ ബാക്കി വരുന്ന ഇനി പ്രോഡക്റ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കോംബോ വെച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സസ് പ്രോഡക്റ്റ് വരുന്നത് മാത്രമാണ് ഞാൻ സെൻറ്ററിലേക്ക് കൊടുക്കുന്നത്. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷാണ്. ഇത് ഞാൻ എടുത്തിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് സെൻറ്ററിൽ നല്ല പോലെ ഡാർക്ക്നെസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. സെയിം അതുപോലെ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ഐബ്രോയും ഫില്ല് ചെയ്യുന്നത്. താഴെ ഡൗണിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം ഞാൻ സൈഡിലൊന്ന് നല്ലപോലെ ലൈൻസ് കൊടുക്കുന്നുണ്ട്. മുകളിലും അതുപോലെ തന്നെയാണ് ലൈൻസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻസ് വരച്ചുകൊണ്ട് തന്നെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കും. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ മറ്റേ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഒന്ന് ലൈൻസ് കൊടുക്കും. പിന്നെ ഞാൻ പ്രോഡക്റ്റ് ഒന്നും എടുക്കുന്നില്ല, ഇതേ സെയിം ബ്രഷിലുള്ള പ്രോഡക്ട്സ് തന്നെ വെച്ചിട്ടാണ് ഞാൻ സെൻറ്ററും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നല്ല രീതിക്ക് ഡാർക്കനാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലധികം എക്സസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാറില്ല. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഐബ്രോസ് ഇതുപോലെ സെറ്റായിട്ടുണ്ടാവും. ശേഷം ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഷേപ്പ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐബ്രോസ് കുറവാണ്. അപ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യുകയാണ് ആ ഭാഗത്ത്. ഫസ്റ്റ് ഞാനൊന്ന് ലൈൻ ചെയ്തതിന് ശേഷം പിന്നെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാമായിട്ട് കൺസീലർ ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മൾ പ്രോഡക്റ്റ് ഒരുപാട് അപ്ലൈ ചെയ്യണ്ട, വളരെ കുറച്ച് അപ്ലൈ ചെയ്താൽ മതിയാവും. ഇതാണ് എൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഒരു 1 ഷെയ്ഡ് ഡാർക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ 2 ഭാഗത്തും ലൈൻസ് വരച്ചിട്ട് ആ കൺസീലർ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഒരു കണ്ണിൻ്റെ മേളിൽ നല്ലൊരു ഡാർക്ക്നെസ് ഉണ്ട്. സോ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ ആ ഒരു ഐ മേക്കപ്പ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാനിപ്പോൾ ഈ ഒരു കൺസീലർ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഞാൻ ഈ ഭാഗത്ത് എൻ്റെ നോസിൻ്റെ ഒരു പോർഷൻ വരെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് മുകളിലായിട്ടും ചെറുതായിട്ട് ഞാനൊന്ന് ലൈൻ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കറക്റ്റ് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഐബ്രോ ആയിട്ട് വരില്ല. നമ്മുടെ ആ ഒരു ഷെയ്ഡിന് മാച്ചായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് അത്രയും ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. മേളത്തെ കൺസീലർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ടില്ല. ഈവൻ ദോ എനിക്ക് മേളിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അണ്ടർ ഐസ് ആണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കാറ്. കാരണം കുറച്ചും കൂടെ എനിക്ക് ലൈൻസ് കൂടുതലാണ് അവിടെ. അപ്പം ഞാൻ എക്സസ് പ്രോഡക്റ്റ് എടുക്കാതെ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഓറഞ്ച് കളറാണ് നമ്മൾ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഈവൻ ആക്കാനും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കളർ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മിക്സ്ഡ് ആയിട്ടുള്ള കളർ പാലറ്റ്സിൽ തന്നെ കണ്ടിട്ടുണ്ടാകും ഓറഞ്ചും ഗ്രീൻ ഷെയ്ഡ്സും പർപ്പിൾ ഷെയ്ഡ്സും ഒക്കെ. ഈ കളേഴ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓറഞ്ച് യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷനും ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫേസിൽ റെഡ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി പർപ്പിൾ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലൊരു യെല്ലോ ടോൺ കൂടുതലാണെങ്കിലോ അതൊന്ന് കവർ ചെയ്യാനും ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പർപ്പിൾ കളർ യൂസ് ചെയ്യാറുണ്ട്. റെഡ് യൂസ് ചെയ്യാറ് നമ്മൾ സ്കിൻ ടോൺസ് നോക്കിയിട്ടാണ്. വളരെ ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോൺസിനാണ് ശരിക്കും റെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കളർ കറക്ഷൻസ് നമ്മൾ യൂസ് ആക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡാണെങ്കിലും കൺസീലർ ഷെയ്ഡും നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ഓക്സിഡൈസ് ആയിട്ടൊന്നും ഗ്രേ ആയി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ്
യൂസ് ആക്കുന്നത്. അപ്പോൾ ഓരോ പ്രോബ്ലംസിനും ഓരോ സൊല്യൂഷൻസ് ഉണ്ട്, അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഞാൻ ആ ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്ത ഭാഗത്തെല്ലാം എൻ്റെ ഒരു 1 ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഒരു കൺസീലർ ഞാൻ അപ്ലൈ ചെയ്തു. നേരത്തെ നമ്മൾ ഐസിൻ്റെ മുകളിൽ ചെയ്തത് തന്നെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഞാൻ ബേക്ക് ചെയ്യാണ്, അതായത് ബനാന പൗഡർ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഒന്ന് ഫിക്സ് ചെയ്യാണ്, അതായത് ഒന്ന് പാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ എടുത്തു. ഫൗണ്ടേഷനിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 ബ്രാൻഡ്സാണ് PACയുടെ സ്റ്റുഡിയോ ലിക്വിഡ് ഫൗണ്ടേഷനും അതുപോലെ ക്യാരക്ടറിൻ്റെ ഹൈലൂറോണിക് ആസിഡിൻ്റെ ഫുൾ കവറേജ് ഫൗണ്ടേഷനും. PACയുടെ തന്നെ ഡാർക്കർ ഷെയ്ഡും ഓൾസോ ഒരു ലൈറ്റർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്കിൻ ടോണ് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓൾസോ ഞാൻ എൻ്റെ സ്കിൻ ടെക്സ്ചറൂടെ നോക്കിയിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്തത്. ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡാർക്ക് ഓർ ലൈറ്റ് എടുക്കാം, പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൂടെ നോക്കിയിട്ട് വേണം എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് ഫൗണ്ടേഷൻ ഷെയ്ഡും ഓൾസോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏരിയ, നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ, ഇതെല്ലാം നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഷെയ്ഡ് ചൂസ് ചെയ്യുക എന്നുള്ളതും. അതിൻ്റെയും കൂടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി ഇട്ടതാണ്. ഇതൊരു ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഓൾസോ ഞാനൊന്ന് ഐ ഷാഡോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഞാൻ ചെയ്തു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അത് ഞാൻ ഓൾസോ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഐസ് കോണ്ടോർ ചെയ്യുന്നതും. കോണ്ടോർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഐ ഷാഡോ ശരിക്കും നമ്മുടെ ഐസിൽ നമ്മുടെ കളർ അനുസരിച്ച് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാലറ്റ്, ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അഫോർഡബിൾ ആണ്, ഒരുപാട് കളേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഹിയർ ഈസ് ദ റിസൾട്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ ഓക്കെ, ബൈ.